കാത്തിരിപ്പുകൾക്കും തയ്യാറെടുപ്പുകൾക്കും ഒടുവിൽ ഫ്രാൻസിസ് പാപ്പ ബഹ്റിൻ മണ്ണിൽ കാലുകുത്തി. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ബഹ്റിനിൽ എത്തിച്ചേർന്നപ്പോൾ പിറന്നത് ചരിത്രത്തിലെ പുതിയൊരു അധ്യായം കൂടിയായിരുന്നു. റോമിലെ ഫ്യൂമിസിനോ വിമാനത്താവളത്തിൽ വീൽചെയറിലെത്തിയ പാപ്പ പ്രാദേശിക സമയം 9:45 ITA എയർവേസ് വിമാനത്തിൽ തന്റെ 39ാമത് വിദേശ പേപ്പൽ പര്യടനത്തിന് തുടക്കം കുറിച്ചു. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെയും പ്രാദേശിക സഭയുടെയും ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റിൻ യാത്രയ്ക്ക് പദ്ധതിയിട്ടത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ദൈവവചനമാണ് അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആപ്തവാക്യമെന്ന് വത്തിക്കാൻ അറിയിച്ചിരുന്നു. ദൈവത്തിന് മുന്നിലേക്ക് തുറന്നിരിക്കുന്ന 2 കൈകൾക്ക് സമാനമായി ബഹ്റിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും പതാകകൾ വരിച്ചു ചേർത്തിരിക്കുന്ന അപ്പസ്തോലിക യാത്രയുടെ ലോഗോയും വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. സമാധാനത്തിന്റെ അടയാളമായ ഒലിവിലയും ലോഗോയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബഹ്റിൻ രാജ്യം കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ച അറേബ്യയിലെ നമ്മുടെ കന്യക എന്ന പേരിലുള്ള കത്തീഡ്രലിലെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചിരിക്കുന്നതിന്റെ അടയാളമായി ഫ്രാൻസിസ് പാപ്പയുടെ പേര് നീല നിറത്തിലാണ് ലോഗോയിൽ എഴുതിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ പ്രഥമ സന്ദർശനം അവിസ്മരണീയമാക്കാൻ ബഹ്റിന്റെ ദീർഘകാലത്തെ തയ്യാറെടുപ്പുകൾക്കാണ് ഫലപ്രാപ്തി കൈവന്നിരിക്കുന്നത്. നഗരവീഥികളും വഴിയോരങ്ങളും കമ്പോളങ്ങളും വത്തിക്കാന്റെ പതാകകളാലും പേപ്പൽ ചിത്രങ്ങളാലും പ്രതീകങ്ങളാലും അലങ്കൃതമായിരുന്നു. പ്രാദേശിക സമയം വൈകിട്ട് 4:45 പേപ്പൽ വിമാനം സെൻട്രൽ ബഹ്റിൻ നഗരമായ അവാലിയിൽ സഖീർ എയർ ബേസിൽ എത്തിച്ചേർന്നു. പേപ്പൽ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ട ശേഷം ഫ്രാൻസിസ് പാപ്പ സന്ദർശിക്കുന്ന 58ാം വിദേശ രാജ്യമാണ് ബഹ്റിൻ. വിമാനത്താവളത്തിൽ രാഷ്ട്രീയ മത സഭാ നേതൃത്വങ്ങളുടെ സാന്നിധ്യത്തിൽ സഭയുടെ വലിയിടയന് ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയിരുന്നത്. സഖീർ രാജകൊട്ടാരത്തിൽ വെച്ച് ഹമദ് രാജാവ്, ബഹ്റിൻ അധികാരികൾ, നയതന്ത്ര സേന എന്നിവരുമായുള്ള കൂടിക്കാഴ്ച, രാജ്യത്തെ പൗരപ്രമുഖരുമായുള്ള ആശയസംവാദം എന്നിവയാണ് ആദ്യ ദിനത്തിലെ കാര്യപരിപാടികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ലധികം മതനേതാക്കളും പങ്കെടുക്കുന്ന ബഹ്റിൻ ഫോറം ഫോർ ഡയലോഗ് എന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പുറമെ നാഷണൽ സ്റ്റേഡിയത്തിലെ ദിവ്യബലി അർപ്പണം, അറേബ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമായ അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രലിലെ എക്യുമെനിക്കൽ പ്രാർത്ഥന എന്നിവ ഉൾപ്പെടെ 12 പ്രധാന പരിപാടികൾ പാപ്പയുടെ ബഹ്റിൻ സന്ദർശനത്തിന്റെ ഭാഗമാകും. നവംബർ 6 വരെയാണ് പാപ്പയുടെ ബഹ്റിൻ സന്ദർശനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെയ്ഖന ന്യൂസ്.